നമസ്കാരം. വിളക്കുമരം എന്നീ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ ഒരു അമേരിക്ക യാത്രയുമായി ബന്ധപ്പെട്ട് കുറേ നല്ല ആളുകളുമായി, വലിയൊരു ഗ്രൂപ്പ് ആളുകളുമായി പരിചയപ്പെടാനിടയായി. എന്നാൽ എന്നെ അതിലേറെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. ഏറെ ആളുകളും സീനിയർ സിറ്റിസൺസ് തന്നെയായിരുന്നു. എന്നാൽ അവരുടെ മനോഭാവത്തിലുള്ള ആ പോസിറ്റിവിറ്റി എന്നെ ഏറെ ആകർഷിച്ചു. ഈ ഒരു പ്രായത്തിലും എല്ലാത്തിലും മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത് നല്ല പ്രായമുള്ള ആളുകൾ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും കാണാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അവരിലുണ്ടായിരുന്നു. എല്ലാവരുമായി ഇടപഴകാനും അതേസമയം തങ്ങളുടെ ആ വാർദ്ധക്യ കാലഘട്ടം ഏറെ ഫലപ്രദമായി വിനിയോഗിക്കാനും ഏവരും ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കുട്ടികളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ ജോലിയിലും ഒക്കെയായി ഉറച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം ഏറെ ഉത്സാഹത്തോടും ഏറെ ക്രിയേറ്റീവായിട്ടും ഉപയോഗിക്കുന്നവരാണ് അവർ എന്നെനിക്ക് മനസ്സിലായി. മാത്രമല്ല, തമ്മിൽ ഒരല്പം കൂടുതൽ പരസ്പര ബന്ധത്തോടെ പെരുമാറാനും ഫോൺ കോളുകളും കുശലാന്വേഷണങ്ങളുമൊക്കെയായി എല്ലാവരോടും സന്തോഷമായി ഇടകലരുന്നതും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നാം ചെല്ലുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരും പ്രായമായി എന്ന് വിചാരിച്ച് ജോലി ചെയ്യാതിരിക്കുന്നില്ല. മിക്കവാറും റെസ്റ്റോറൻറ്റുകളിലെല്ലാം 60-ന് മുകളിൽ പ്രായമുള്ള ആളുകളെയാണ് കാണാനിടയായത്. തിരിച്ച് നമ്മളുമായി അടുപ്പമുള്ളവരുമായി നോക്കുമ്പോൾ ഏകദേശം 60 വയസ്സൊക്കെ ആകുമ്പോൾ സ്വയം വിരമിക്കൽ പദ്ധതി എന്നോണം വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നു. ഇനി ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അവനവൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ആരോഗ്യകാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാതെ കുറേ ദൂരം ഒന്ന് നടക്കാൻ പോലും മെനക്കെടാതെ ജീവിക്കുന്നവരെയും നാം കാണാറുണ്ട്. വലിയ ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിൽ കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ പ്രചോദകമായ കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ നാം ഏവരും ശ്രമിക്കാറും ശ്രദ്ധിക്കാറുമുണ്ടല്ലോ. ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഗുണമായിരുന്നു പ്രായമാകും തോറും നാം ഒരിക്കലും ഒതുങ്ങിക്കൂടരുത് എന്നതും ബാക്കിയുള്ള കാലം ജീവിതം തീരാറാകുന്നത് വരെ ആക്റ്റീവായിട്ട് നിലനിൽക്കണം എന്ന കാര്യവും. ഒരു പ്രായമായി കഴിയുമ്പോൾ തനിക്കിനി യാത്ര പറ്റുമോ, സഞ്ചരിക്കാനും നടക്കാനും ഒക്കെ സാധിക്കുമോ എന്നുള്ള ആശങ്കയൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടാനിടയായത് വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഒപ്പം തന്നെ സ്വയം വിരമിച്ചു എന്ന ചിന്താഗതിയോടെ ഇനിയൊന്നും ചെയ്യുന്നില്ല, ഇനിയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ നല്ല കാലമൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നവർക്ക് കൂടുതൽ ആക്റ്റീവാകാൻ പ്രചോദകമാകുന്ന ഒരു സെഷനായിക്കൂടെ ഇത് മാറട്ടെ എന്ന് കരുതിക്കൊണ്ട് നന്ദി.